ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബേബി ജോസഫ്. ഞാനൊരു ബ്രോസ്റ്റഡ് ചിക്കനാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ്റെ ഈ ലെഗ്സ് നമ്മളൊന്ന് വരിയണം. പിന്നെയുള്ള പീസസ് അത് ഒന്നും ചെയ്യണ്ട. നമ്മൾ ചിക്കൻ ബ്രോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ഉപ്പിടുക. ഉപ്പ് 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി. എല്ലാം കൂടി നമ്മൾ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. മൊത്തം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഞാനൊന്ന് ഈ വെള്ളം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ വേവ് കഴിയും. പിന്നെ മസാലകളൊക്കെ ശരിക്കും അതിന്മേൽ പിടിക്കുകയും ചെയ്യും. ഒന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ടേ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ വെള്ളം മസാലയൊക്കെ കൂടി കിടന്നിരുന്ന് ഞാൻ വറ്റിച്ചെടുത്തു. ആ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചപ്പോൾ ചിക്കൻ്റെ ഉള്ളിലൊരു പകുതി വേവായി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള വേവ് പൂർത്തിയാവുള്ളൂ. ഇനി ഇത് 10 മിനിറ്റ് പാൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തൊടാവുന്ന പരുവാകുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുക, ഫ്രൈ ചെയ്യുക. ഇത് 2 മുട്ട ഞാൻ ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണിത്. അതിന് ഞാൻ ഇട്ടു. കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, പിന്നെ കോൺഫ്ലെക്സും ഓട്സും കൂടിയിട്ട് മിക്സ് ചെയ്ത് ചേർക്കാണ്. കോൺഫ്ലെക്സ് അധികം കൈയ്യിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഓട്സും കൂടി ചേർത്തുണ്ട്. പിന്നെ രണ്ടാമത്തെ ഫ്രൈ ചെയ്യാനാണ് കുറച്ച് 3 മുട്ടയും 1 ലേശം ഉപ്പും 1 ലേശം കുരുമുളക് പൊടി ഇതിലിട്ടുണ്ട്. പിന്നെ അതിൽ മൈദയുണ്ട്, കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഫ്രൈ ആക്കി വെച്ച ഇറച്ചി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്ന കാര്യം നോക്കട്ടെ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുക്കാൻ വെക്കുന്നത്. ഒന്ന് നന്നായിട്ട് എണ്ണ ഒഴിക്കണം, ഒന്ന് ഡീപ് ഫ്രൈ ചെയ്യണം. ഞാൻ മൈദയിലും കോൺഫ്ലവർ മിക്സിയിലും ഇത് രണ്ടും കൂടിയിട്ടാണിത്. ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുണ്ട്, നേരത്തെ ഒരു തരി ഇട്ടുണ്ട്, അത് കാരണം ഇപ്പോൾ കുറച്ച് കാണിക്കണേ. ഒരു തരി ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് ഒരു ടേസ്റ്റിന്. അങ്ങനെ ആദ്യം 2 മുട്ട അടിച്ച് വെച്ചാല് മുക്കി, അത് കഴിഞ്ഞിട്ട് ആ കോൺഫ്ലവറിൽ മുക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറെ 3 മുട്ടയും കൂടി പൊരിച്ച് വെച്ചിട്ടില്ലേ, അതിൽ മുക്കി ഇനി കോൺഫ്ലവറിൽ മുക്കിയിട്ടാണ് ഇടുക. ഞാൻ വളരെ ചെറിയ തീയിലാണ് ഇത്, പകുതി വേവ് കൂടി കഴിയണം. അത് കാരണം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് എടുത്താൽ അത് ഉള്ളു വേവില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വേവിക്കുന്നു. അങ്ങനെ മറിച്ചിടാണ്. ഇത് എടുക്കാറായി.
ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടണമെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. എന്നാലാണ് എനിക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. താങ്ക് യു.